ഗായ്സ് നോക്ക് ഗായ്സ്, നമ്മുടെ പട്ടിയാണ് ഈ പോകുന്നത്. നമുക്ക് വേണ്ടി ഇത്ര ദൂരം സഞ്ചരിച്ച നമ്മുടെ പട്ടി. കുട്ടാപ്പി ചുറ്റുടൂ, നിനക്ക് ബന്ന് തരാടാ, നിനക്ക് ബന്ന് തരാട്ടോ. ഗായ്സ്, അതിൻ്റെ ഇടയിലൊരു കാര്യം നടന്നായിരുന്നു. നമ്മൾ ഈ പട്ടിക്കുട്ടൻ്റെ ജിംബ്രൂട്ടൻ എന്ന് പേരിട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഓവർ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ വീഡിയോ തന്നെ, ഞാൻ എടുത്ത വീഡിയോ അതുപോലെ നിങ്ങളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ ഇപ്പോൾ കാട്. ജിംബ്രൂട്ടൻ ഇടയ്ക്ക് ഭയങ്കര പാവമാണ്, ഇടയ്ക്ക് പുള്ളി ഭയങ്കര അഗ്രസീവ് ആവുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ സ്വഭാവം. അപ്പോൾ പക്ഷേ എന്ത് സ്നേഹമാണെന്നറിയാം, അവൻ എൻ്റെ കൂടെ മുഴുവൻ ദൂരം നടന്നു. അപ്പോൾ നിങ്ങൾ മുഴുവൻ വീഡിയോ കാണും കേട്ടോ. നമ്മുടെ ജിംബ്രൂട്ടൻ ഇപ്പം വേറെ ആൾക്കാർക്ക് ടീംമേറ്റ്സ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പുതിയ ഫ്രണ്ട്സാണ്. പക്ഷേ ഇവനാണ് ശരിയല്ല കേട്ടോ. ഇതാണ് നമ്മുടെ ജിംബ്രൂട്ടൻ. ഓക്കെ, ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ജിംബ്രൂട്ടൻ നമുക്ക് പോവാം. നീ ഇവരുടെ കൂടെ സെറ്റിൽ ആവുകയാണോ? അവർ തമ്മിൽ എന്തൊക്കെയോ റൊമാൻസ് ഒക്കെയാണ് ഗൈസ്. ജിംബ്രൂട്ടൻ എല്ലാവരോടും വിട പറഞ്ഞ് നമ്മളോട് വീണ്ടും വന്നിരിക്കുകയാണ്. ജിംബ്രൂട്ടാ വാ, സമയം മണം പിടിക്കാം, പിന്നെ മണം പിടിക്കാം. വാ 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 വാ. ജിംബ്രൂ ബ്രോ, വൈ ആർ യു ഡൂയിങ് ദിസ്? വാ 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 വാ, നമുക്ക് സമയമില്ല. പെട്ടെന്ന് അപ്പോൾ അതിന് ദാഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് എന്താളും നല്ലോണം വെള്ളം കൊടുത്ത് പിന്നെ ഫുഡും കൊടുത്തിട്ടേ ഞാൻ വിടത്തുള്ളൂ. കാരണം ഇത്ര സ്നേഹം കാണിച്ചു, ഇത്രയും കിലോമീറ്റേഴ്സ് നമുക്ക് വേണ്ടി കൂടെ വന്നു. ഇതാണ് അവൻ്റെ ഫ്രണ്ട്സ്. ഇപ്പം ഇച്ചിരി മുമ്പ് കണ്ടില്ലേ ഫ്രണ്ട്സ്? ആ ഫ്രണ്ട്സിനൊക്കെ നമ്മളിവിടെ കാണുന്ന ദൂരെ കേട്ടോ അവന്മാർ. അപ്പോൾ അവന്മാരോടൊക്കെ വിട പറഞ്ഞ് നമ്മുടെ ജിംബ്രൂട്ടൻ വീണ്ടും നമ്മളോട് വന്നേക്കാണ്. അപ്പോൾ അത് നല്ല ദാഹമുണ്ട്. പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ സൽക്കരിച്ചിട്ടേ വിടുള്ളൂ. ഓക്കെ ഗൈസ്, പുതിയ അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതിന് പേരൊന്നും അത്ര മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ജിംബ്രൂട്ടൻ വിളിക്കാൻ നോക്കാനൊന്നും ആയിട്ടില്ല. നമുക്ക് അതിനെ ട്രെയിൻ ചെയ്തെടുക്കാം അല്ലടാ. എൻ്റെ ദൈവമേ, പാവം അടുത്തു കേട്ടോ. എന്തോരം ദൂരം നമുക്ക് വേണ്ടി വന്നറിയോ. ഞാൻ ഒറ്റയ്ക്ക് നടക്കുമായിരുന്നു, അപ്പോഴാണ് ഇവനെ കിട്ടിയത്. നമുക്ക് വേണ്ടി അത്രയും ദൂരം സഞ്ചരിച്ചു. എൻ്റെ ഫ്രണ്ട്സിനെ വിട്ടു, അതിൻ്റെ ഒരു വിഷമമുണ്ട് പുള്ളിക്ക്. അതൊന്നും കുഴപ്പമില്ല, പുള്ളി ഓക്കെയാണ്. ഓക്കെ അല്ലടാ കുട്ടാ നീ. ചെറിയൊരു സീനുണ്ട്. ഇവിടെ കുറച്ച് സിറ്റിസൺസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവരാണ് ഇവിടുത്തെ മെയിൻ ഗ്യാങ്. അപ്പം നമ്മുടെ ജിംബ്രൂട്ടനെ കണ്ടപ്പോൾ ഇവർക്ക് കുറച്ച് പ്രശ്നം, മീൻസ് ഇവനെ റാഗിയെ നോക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവനിപ്പോൾ ഇവിടുത്തെ പുതിയ സിറ്റിസൺ ആണല്ലോ, അതുകൊണ്ട് ഇവർ തമ്മിൽ എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ എന്താവുമെന്നൊന്നും അറിയത്തില്ല. ജിംബ്രൂട്ടൻ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എടാ എന്താ പ്രശ്നം എന്നാ? ജിംബ്രൂട്ട അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക. ഇതോ ഒരാൾ അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് പറയുന്നുണ്ട്. ജിംബ്രൂട്ട അതൊന്നും കുഴപ്പമില്ല. ജിംബ്രൂട്ടൻ കുറച്ച് സെഡായി, കാരണം ഇങ്ങനെ നല്ല പച്ചത്തെറിയാണ് പറഞ്ഞത് പാവത്തിനോട്. അതുകൊണ്ട് വിഷമമാണ്. എന്നാടാ ജിംബ്രൂട്ടിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന ജിംബ്രൂട്ടാ സീനില്ലടാ. വാ ജിംബ്രൂട്ടാ വാ. ഇവർ നല്ല സീനാക്കുന്നുണ്ട് കേട്ടോ, പാവൻ ജിംബ്രൂട്ട്. സമയം എത്രയെന്ന് കാണുന്നുണ്ടല്ലോ. ഓക്കെ വാ, നമുക്ക് പോവാം. വീട്ടിൽ ചെന്നിട്ട് വേണം ഉറങ്ങാൻ. ഇത് അടുത്ത ആൾ വരുന്നുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ വലിയ ഗ്യാങ്ങാണ് ഗൈസ്. ഇതെല്ലാം ഇവിടുത്തെ വലിയ ഗ്യാങ്ങാണ്. ഇവന്മാരൊക്കെയാണ് ഈ ജപ്പു സിറ്റി ഭരിക്കുന്ന രാജാക്കന്മാർ. ഇവൻ ഗ്യാങ് ലീഡറാണെന്ന് തോന്നുന്നു അതിനെ കണ്ടിട്ട്. അപ്പം ഇവരെല്ലാം ജിംബ്രൂട്ടൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. അതിൻ്റേതായൊരു പ്രശ്നമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജിംബ്രൂട്ട അഗ്രസീവ് ആവല്ലേ? ജിംബ്രൂട്ട അഗ്രസീവായി ഗൈസ്. ജിംബ്രൂട്ട അഗ്രസീവ് ആവല്ലടാ. ജിംബ്രൂട്ട ഓ ജിംബ്രൂട്ട അഗ്രസീവായി ഗൈസ്. സീനാണ്. ജിംബ്രൂട്ട നിന്നോട് ഞാൻ എന്നാടാ പറഞ്ഞേ? നമ്മൾ അവരെ പോലെയാണോ? പട്ടി എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ തിരിച്ചു കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, ജിംബ്രൂട്ടന് കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലായി കേട്ടോ. ജിംബ്രൂട്ടൻ ആൾ പാവമാണ്. ഓക്കെ ഗൈസ്, ആ പ്രശ്നം ഞങ്ങൾ സോൾവ് ആക്കി. അല്ലടാ ജിംബ്രൂട്ട നമ്മളത് പറഞ്ഞ് സോൾവ് ആക്കിയില്ലേ? മിടുക്കനായിട്ടിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ ഒന്നും ചെയ്യില്ല. ഓക്കെ, ആരും പേടിപ്പിക്കില്ല. എല്ലാം നമ്മുടെ ആൾക്കാരാണ്. ഓക്കെ, ഇവിടെയൊക്കെയാണ് ഇനി നിൻ്റെ ബന്ധുക്കളല്ല നിൻ്റെ നാട്ടുകാർ. ഗൈസ്, അങ്ങനെ ജിംബ്രൂട്ടനായിട്ടുള്ള നമ്മുടെ നടത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ജിംബ്രൂട്ട ഇവിടെ ഉണ്ട്. ജിംബ്രൂട്ട വാ നമുക്കൊരു ഹായ് കൊടുക്കാം. ജിംബ്രൂട്ടൻ ഇതാണ് ഗൈസ് നമ്മുടെ ജിംബ്രൂട്ടൻ. ഇപ്പോൾ സമയം അറിയാലോ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ വീട്ടിലേക്ക് നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. എന്നാൽ ഇവൻ ഇത്രയും കിലോമീറ്റേഴ്സ് നമുക്ക് വേണ്ടി നടന്നു. അതാണ് സ്നേഹം ഗൈസ്, അതാണ് പട്ടിയുടെ സ്നേഹം. പട്ടി ഭയങ്കര ലോയലാണ് ഗൈസ്. ലിറ്ററലി പട്ടി ഭയങ്കര ലോയലാണ്. മനുഷ്യനെ പോലെ അല്ല. ഇതിനെ ജസ്റ്റ് ഒന്ന് സ്നേഹിച്ചതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് തലോടി കൊടുത്തുള്ളൂ. അപ്പോഴത്തേനും പുള്ളിനെ കണ്ടില്ല ഗായ്സ്. അങ്ങനെ ജിംബ്രൂട്ടൻ നമ്മുടെ വീടെത്താറാവുന്നുണ്ട്. ഓക്കെ, ജിംബ്രൂട്ടൻ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, പക്ഷേ മെയിൻ പ്രശ്നം ഇനിയാണ് ഗൈസ് വരാൻ പോകുന്നത്. ആ ഒരു വളവ്, അത് കഴിഞ്ഞാൽ പിന്നെ
ഒരു വലിയൊരു ഗ്യാങ്ങാണ്. വലിയൊരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പട്ടികളുടെ സ്ഥലമാണത്. ആ ഏരിയയിലോട്ട് കാല് കുത്താൻ ജിംറൂട്ടനെ വിടുമെന്നാണ് സംശയം. പക്ഷേ ജിംറൂട്ടൻ ഒറ്റക്കൊമ്പനാണ്. അതുകൊണ്ട് ജിംറൂട്ടൻ നമ്മൾ കൂടെ പോകും. ഓക്കെ, ജിംറൂട്ടന് ഗ്യാങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ജിംറൂട്ടൻ ഒറ്റയ്ക്ക് വന്നവനാണ്, അല്ല ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ജിംറൂട്ടൻ. നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ള സ്നേഹത്തെ പ്രതി വന്നവനാണ് നമ്മുടെ ജിംറൂട്ടൻ. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മളിപ്പോൾ അറിയിക്കുന്നതാണ്. ഇനി അവിടെ ആ വളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ മോനെ സീൻ വരാൻ പോകുന്നത്. എൻ്റെ ജീവന് തന്നെ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇതുപോലെയൊരു അബ്രോഡ് പഠിക്കുന്ന ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കണ്ട ഗൈസ്, ജിംറൂട്ടൻ ഞങ്ങൾ ഓടുകയാണ് ഇപ്പോൾ. നമുക്ക് അവളുമായിട്ടുള്ള ഗ്യാങ് ഫൈറ്റ് കാണാം ഗൈസ്. ജിംറൂട്ടൻ ഫൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മാസ് എൻട്രിയാണ് ഗൈസ്. ജിംറൂട്ടൻ ഞങ്ങളും ഓടി. ഗൈസ്, അടുത്ത ടീമേറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ ഗൈസ്, ഇവർ തമ്മിൽ എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബ്രോ, വാട്ട് ഹാപ്പൻ ബ്രോ? ജിംറൂട്ട സീനാക്കല്ലേ, ജിംറൂട്ട സീനാക്കരുത്. ഓക്കെ, ഇവർ തമ്മിൽ എന്തൊക്കെയോ ആശയപ്രകടനം, റൊമാൻസാണ്. ഓക്കെ ഗൈസ്, അവർ തമ്മിൽ എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. അറിയില്ല ഇതിൻ്റെ സെറ്റിങ്സൊക്കെ എങ്ങനെ, പട്ടികളുടെ സെറ്റിങ്സ് എങ്ങനെയാണ് എനിക്കറിയത്തില്ല. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ എങ്ങനെയാണ്. സോ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ജിംറൂട്ടന് നമ്മളായിട്ട് ഫുള്ള് 100% കോൺവെർസേഷൻ കറക്റ്റാണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ജിംറൂട്ടന് മനസ്സിലാവും തന്നെ. ഞാൻ എൻ്റെ ബെല്ലോട് സംസാരിക്കുന്ന പോലെയാണ് ജിംറൂട്ടനോട് സംസാരിക്കുന്നത്. ജിംറൂട്ടൻ അറിയാമെന്നുള്ളതാണ്. ജിംറൂട്ടൻ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ജിംറൂട്ടൻ കേരളത്തിൽ ജനിച്ച നായയാണ്. കാരണം അവൻ എൻ്റെ ലാംഗ്വേജ് ആയിട്ട് ഒത്തുപോകുന്നുണ്ട്. സോ മെയിൻ ഗ്യാങ് വാർ നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. സോ അതിലേക്ക് നമുക്ക് പോകാം. ജിംറൂട്ടാ, നോ 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 നോ, ജിംറൂട്ട ചാണകം മടുക്കുന്നോ? ജിംറൂട്ട ഇച്ചിച്ചിയാണേ. വാ 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 ജിംറൂട്ട, നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഓക്കെ, നീ തൊട്ട് എൻ്റെ പട്ടിയാണ്. ഓക്കെ കമ്മ. ജിംറൂട്ട എത്ര നാൾ നമ്മളിവിടെ കാണുമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ താമസിക്കുന്ന വീട്ടിൽ വേറെ 2-3 പട്ടികളുണ്ട്. അതുങ്ങൾ ജിംറൂട്ടനെ കണ്ട വിക്കർ പീസാക്കി. എന്തായാലും ജിംറൂട്ടിന് ഞാൻ ഫുഡും കൊടുത്ത്, ജിംറൂട്ടൻ്റെ ഇന്നത്തെ ഫുഡ് ആൻഡ് അക്കമറേഷൻ എൻ്റെ വകയായിരിക്കും. സോ നമുക്ക് പോവാം. മെയിൻ ഗ്യാങ്ങിനെ കാണാൻ പോകുന്നതേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ കണ്ടൊരു ടീമേറ്റിനെ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ. സോ ഓക്കെ ഗൈസ്, ഇനി എന്താണ് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഈ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കാൻ എനിക്ക് അറിയത്തില്ല. ജിംറൂട്ടക്കമ്മ പോവാം. ഇത് അടുത്ത ടീമേറ്റ്. ബ്രോ, നോ 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 നോ. ജിംറൂട്ടനായിട്ട് സീനാക്കാൻ വരുന്ന പോടാ. ആ ഒരുത്തൻ ഇവൻ കുറച്ച് ടോക്സിക്കാണ്. പക്ഷെ ഇവളാണോ ദൈവം? ഇവളാണോ അത് തോന്നുന്നത്? ചുമ്മാ അല്ല ജിംറൂട്ടാ. നോ 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 നോ, ഇവന് ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ്റെ പെണ്ണുമ്പിള്ളേ അവിഹിതം. വാ 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 വാ. ഓ, കാര്യം കഴിഞ്ഞപ്പോൾ കൊഞ്ഞനും കുത്തി കാണിക്കുന്നു. അതെന്നാ? വാ വാ ജിംറൂട്ട, സമയമില്ല. കം ഗായ്സ്, ഗ്യാങ് വാറിൻ്റെ സ്ഥലം എത്തി ഗായ്സ്. ഇതാ ഫുള്ള് സീനായി. പുറകിൽ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. എൻ്റെ പെരട്ട ഫോണിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഗായ്സ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇത്ര ക്വാളിറ്റിക്ക് തരാം. ഇതാണ് കർണാടകത്തിലെ ഡോഗ്സ് തമ്മിലുള്ള ഒരു ഗ്യാങ് വാറാണ് നമ്മൾ കാണാൻ പോകുന്നത്. മാറാ. പക്ഷേ നമ്മുടെ ജിംറൂട്ട ഇതിലൊന്നും തളരില്ല. അല്ല ജിംറൂട്ട, വി ആർ മെയ്ഡ് ഡിഫറെൻറ്റ് ബ്രോ, മെൻ ആർ ബ്രേവ്. ഇത് ഒരുത്തരവിടെ കൂട്ടിക്കിടന്ന് വീടിൻ്റെ ഇതിലേക്ക് കിടന്ന് കളിക്കുന്നു. പോടാ. ഓ ജിംറൂട്ടൻ വാ വയലൻ്റ് ആവില്ലേ ജിംറൂട്ട? വാടാ. അത് ഓടിയിട്ടോ, അത് അപ്പുറത്തെ കാട്ടിലെത്തി. ജിംറൂട്ട വാ. ജിംറൂട്ട, വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. ഓക്കെ, കം ഫാസ്റ്റ്. ജിംറൂട്ടൻ അവിടെ കുറേ വേറെ ആൾക്കാർ എനിമീസ് കടന്ന് കുരയ്ക്കുന്നുണ്ട്. പക്ഷെ ജിംറൂട്ടൻ മാസമായിട്ട് നടന്നു പോകുന്നു. വരി വെട്ടി വന്നതാ. കനവത്ത് കുറവില്ല, കഴുത്തറ്റ ചെങ്കല്ല. ഓക്കെ ഗൈസ്, നമുക്കിനി പോവാം. ഇനി ഇവിടെ ഒരു ഗ്യാങ് ഉണ്ട്. അത് 2 ഗ്യാങ്, ഇതെല്ലാം ഒറ്റ ഗ്യാങ് ആട്ടോ. ഇവർ പക്ഷേ 2 ഇതായതാ, മീൻസ് തിരിഞ്ഞതാ. അവർ 2 ഗ്യാങ്ങിലേക്കാക്കി. കാരണം വെച്ചാൽ അവിടെ ആൾക്കാർ മെമ്പേഴ്സ് കൂടുതലായി പോയപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഗ്യാങ് ഉണ്ട്. ഇവിടെ കണ്ടോ, അവിടെ കുറച്ച് ഗ്യാങ് ഉണ്ട്. ഓക്കെ. ഇത് ജിംറൂട്ടൻ വയലൻ്റ് ആവുന്ന സീനുകളാണ് നമ്മൾ കാണുന്നത്. അല്ലല്ല, റൊമാൻറ്റിക് ആയതാട്ടോ. സോറി, വയലൻ്റ് അല്ല, റൊമാൻറ്റിക്കാണ്. ഇതല്ലേ റൊമാൻറ്റിക്കാ. വാ ജിംറൂട്ട, വാ സിഗ്മയില, വാ ജിംറൂട്ട. ഇനി അവിടെ നമുക്ക് കുറേ മാമന്മാരെ കാണാൻ കിടപ്പുണ്ട്. നീ വന്ന് ഗൈസ്, ഇതാണ് ഗൈസ് പട്ടി. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് അവൻ എൻ്റെ കൂടെ നിന്നു. എനിക്കൊരാവശ്യം വന്നപ്പോൾ ഇവനെ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഒറ്റയ്ക്ക് ബോർഡടിച്ച് നടക്കേണ്ടായിരുന്നു. ജിംറൂട്ടൻ വന്ന് നമുക്ക് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അല്ലടാ ജിംറൂട്ട, നിനക്ക് ഞാനുണ്ടോ, നീ ഒന്നുകൊണ്ടും മേടിക്കണ്ട. ഓക്കെ, ഇതാ ഗൈസ്
അവിടുത്തെ പട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ജിംബ്രൂട്ടൻ മാസമായിട്ട് പോവാണ്. ഓക്കെ ഗൈസ് പോവാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നില്ല. ഗൈസ് ജിംബ്രൂട്ടൻ വയലന്റ് ആവാൻ നോക്കുന്നു. ഇതാ പട്ടികളൊക്കെ തിരിച്ചു ഓടുന്നുണ്ടോ. ജിംബ്രൂട്ടൻ ജസ്റ്റ് ഒന്ന് അവന്മാരൊന്ന് പേടിപ്പിച്ചു വിട്ടു. ജിംബ്രൂട്ട വാടാ, ഇവിടെ ലൈറ്റ് ഇല്ല ഒന്നാമത്, നിന്നെ കാണുന്നോടെ ഇല്ല. വാ, നീ ലിഗേഷനായിട്ടും വാ 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 ജിംബ്രൂട്ട വാ. ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വലിയൊരു ഗ്യാങ് വാർ കാണാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഇവിടുത്തെ ഗ്യാങ്ങും വീണ്ടും രണ്ടായി തിരിഞ്ഞ് ഗൈസ്. അവിടെയും മെമ്പേഴ്സ് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാങ് കൂടി ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി തീർന്നു. കാരണം പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചെറിയ ഗ്യാങ് കൂടി ഉണ്ട്. അതൊക്കെ ലോക്കൽ ഗ്യാങ്ങാണ്. മെയിൻ ഗ്യാങ് ഇതായിരുന്നു. അവർ 3ആയിട്ട് തിരിഞ്ഞു. അതാണിപ്പോൾ പറ്റിയ പ്രശ്നം. പക്ഷെ അവർ ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ നമ്മൾ ജിംബ്രൂട്ടൻ സീനാണ്. വാടാ ഗൈസ്, ഇതാ അങ്ങ് ദൂരേക്ക് ഇരുന്ന് കുറേ എണ്ണം കുറയ്ക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജിംബ്രൂട്ടൻ്റെ അടുത്തേക്ക് വരാൻ പോലും അവർക്ക് പേടിയാണ്. ജിംബ്രൂട്ടനെ നോക്ക്, കണ്ട ജിംബ്രൂട്ട കുട്ടാപ്പി ഇത് നോക്ക്, കണ്ട അമ്മമാരെ അടുത്തോട്ട് പോലും വിടുന്നില്ല. കാരണം ജിംബ്രൂട്ടനെ എന്തെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം അവിടെയുള്ളവന്മാരെയൊക്കെ പറയുന്നുണ്ട് ജിംബ്രൂട്ട സീനാണ്. അതുകൊണ്ട് വാടാ ജിംബ്രൂട്ട, വാ 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 വാ, മതി മതി മതി, വാടാ. ജിംബ്രൂട്ട എന്തൊക്കെയാ അന്വേഷിക്കുകയാണ്. മണം പിടിക്കുന്നുണ്ട്. കമോൺ വാടാ. എടാ കുട്ടാ മോനെ, നമുക്ക് വീട്ടിൽ പോകണ്ടേ, നിനക്ക് ബന്ന് വേണ്ടേ? വാ 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 വാ, സമയമില്ല നമുക്ക്. ഇതാ 3 മണി, എനിക്ക് നാളെ രാവിലെ 11 മണിക്ക് എണീക്കണുള്ള. നീ വന്നേ വാ 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 വാ, സമയമില്ല. കണ്ട പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളതാണ് ഗൈസ്. പറഞ്ഞാൽ അവന് മനസ്സിലാവും. അതാണ് അവൻ്റെ പ്രത്യേകത. ഗൈസ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തെത്തി ഗൈസ്. ശരിക്കും ഇതാണ് ഗൈസ്, ഇത്ര സ്നേഹമുള്ളൊരു ജീവി നമുക്ക് എവിടെ കിട്ടും? പറയൂ, നിങ്ങൾ തന്നെ പറയൂ. ഞാൻ ഫേസ് ക്യാം ഇട്ടിട്ട് പറയാം ഗൈസ്. ഞാൻ ആരാണെന്ന് അറിയത്തില്ല, എന്നെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എന്നിട്ടും ജസ്റ്റ് ഒന്ന് സ്നേഹിച്ച് കാണിച്ചപ്പോൾ കൂടെ വന്നാൽ കണ്ടില്ല ഗൈസ്. അതാണ് ലോയാലിറ്റി എന്തെന്ന് പഠിക്കണമെങ്കിൽ നമ്മളൊരു സ്ട്രീറ്റ് ഡോഗിനെ ആണെങ്കിലും നമ്മളൊന്ന് നോക്കിയാൽ മതി ഗൈസ്. അതാണ്. അയ്യോ അവിടെ വേറെ ഗ്യാങ് ഉണ്ട്. ടോട്ടലി ഫുൾ സീനാണ് ഗൈസ്. ഞാൻ ഇന്ന് നടന്നു വരെയുള്ള കാരണം എന്തെന്നൂടെ കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ വണ്ടിയാണ്. ഇന്ന് രാവിലെ എണ്ണ തീർന്ന് ഇവിടെ വെച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ നടന്നു വരേണ്ട ആവശ്യം വന്നത്. പക്ഷേ ഇന്ന് നടന്നു വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം എനിക്കെൻ്റെ ജിംബ്രൂട്ടനെ കിട്ടി. അല്ലേ ജിംബ്രൂട്ട, നീ എന്നാടെ ഒന്നും മിണ്ടാത്തേ? പാവം ഗൈസ്, എത്ര ദൂരം എനിക്ക് വേണ്ടി നടന്നതാണെന്നറിയാമോ? മടുത്തു അവൻ. വെള്ളം കുടിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ? ആ സ്നാപ്പൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾ കണ്ടു കാണൂല. ഈ സ്നാപ്പ് വരെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ സ്നാപ്പ് വരെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫുൾ ഞങ്ങളുടെ എപ്പിസോഡ്സ് മുഴുവൻ വാച്ച് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് റിപ്ലൈ ആയിട്ടൊരു തംസപ്പ് ഇടുക. എനിക്കറിയാമല്ലോ എത്ര പേര് കണ്ടെന്ന്. സോ ഇത്രയും നല്ലൊരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഞാൻ സ്നാപ്പിലൂടെ തന്നു ഗൈസ്. നിങ്ങൾക്ക് ഒരു ഫിലിം കാണുന്ന ഒരു ഇത് കിട്ടി കാണും ഇത് കണ്ടപ്പോൾ. ഇതിൻ്റെ അകത്ത് റൊമാൻസ് ഉണ്ടായിരുന്നു, ഫൈറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ വലിയ ബഹളം വെക്കുന്നില്ല, കാരണം ഇതൊക്കെ വീഡിയോകളാണ്. വീട്ടിലുള്ളൊരു കള്ളനാണെന്ന് പേച്ച് എന്നെ പിടിച്ചടിക്കും. സോ വാ ജിംബ്രൂട്ട വാ, ടൈമില്ല. ഓക്കെ ഗായ്സ്, ജിംബ്രൂട്ടൻ നമ്മുടെ വീട് അതാ കേട്ടോ. അവിടെ കാണുന്നതാണ് നമ്മുടെ വീട്. ഇവിടം വരെ വന്നു. ഇവിടെ ഒരു ഗ്യാങ് ഉണ്ട്, ഇവിടെ ഒരു മിനി ഗ്യാങ് ഉണ്ട്. അവരെ കാണിച്ചത്. അവരിപ്പോഴേ സീനൊക്കെ തുടങ്ങി. വാ 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 ജിംബ്രൂട്ട വാ വാ. ജിംബ്രൂട്ട ഇതിൻ്റെയൊക്കെ എന്തൊക്കെയോ മടക്കുന്നുണ്ട്, പാതിരി വിശക്കുന്നുണ്ട്. ഇവിടെ തരാടാ, വന്നു തരാടാ, നീ വാടാ. ഗായ്സ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ലാസ്റ്റ് നമ്മുടെ അവസാനത്തെ ലെവലാണ്. ഇവിടെ കണ്ടോ എത്ര വരാൻ നോക്കിയേ? 1 2 3 4 5 6 സീനാണ്. അവിടെ സീന. എന്താ ജിംബ്രൂട്ട സീനാക്കണ്ട. ജിംബ്രൂട്ട അവിടെ പോയിട്ട് സീനാക്കുന്നത് കാശ്. ഞാൻ എന്ത് ചെയ്യും? ജിംബ്രൂട്ട അവിടെ പോയിട്ട് സീനാക്കുന്നത്. അവിടെ ഞാൻ പേടിച്ചോടി. ജിംബ്രൂട്ട ഓ ഗായ്സ്, സീൻ കൈ വിട്ടുപോയി. ജിംബ്രൂട്ട വാ ജിംബ്രൂട്ട വാടാ. എടാ നാട്ടുകാർ ഒരു എടീക്കൂടാ പൊട്ട പന്നേ. എൻ്റെ ദൈവം, ഈ ജിംബ്രൂട്ടൻ്റെ കാര്യം. ഇങ്ങോട്ട് വാടാ. എൻ്റെ ഗായ്സ് ഒന്നും പറയണ്ട. ഇനി ഈ വീട്ടിലുള്ള കുറച്ച് പഴച്ച പെട്ടികളുണ്ട്, അവരോട് എണീറ്റാൽ തീർന്നു ജിംബ്രൂട്ടൻ്റെ കാര്യം. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ വീടെത്തി. താങ്ക് യു ജിംബ്രൂട്ടൻ.
താങ്ക് യു. നിനക്കുള്ള ബന്ന് തരാം കേട്ടോ, ഇപ്പം തരാവേ കേട്ടോടാ. ഇവിടെ കയറി റെസ്റ്റ് എടുത്തു. ഇവിടെ വേറെ പട്ടികളുടെ മണമൊക്കെ ഉണ്ട്, കാരണം ഇവിടുത്തെ പട്ടിയുണ്ട്. അത് നിങ്ങൾ എഡിറ്റാ തീർന്നു. നിനക്ക് ഫുഡ് തരാം. ഓക്കെ ഗൈസ്, നമ്മുടെ ജിംബ്രൂട്ടൻ നമ്മുടെ വീട്ടിൽ എത്തി. ജിംബ്രൂട്ടനെ നമുക്ക് ബന്നെല്ലാം കൊടുത്ത് സ്വീകരിക്കാം. ജിംബ്രൂട്ടാ വേടാ. എനിമീസ് എല്ലാം ഭയങ്കര കറച്ച കേട്ടോ. ജിംബ്രൂട്ട ഇവിടെ ഉണ്ട്. ഗൈസ് എന്താ പറയണ്ടേ, എൻ്റെ ജിംബ്രൂട്ടനുള്ള ബന്നെടുക്കട്ടെ ഗൈസ്. ജിംബ്രൂട്ടൻ നമ്മൾ പറഞ്ഞിട്ട് ഇരിക്കുമോ? നമ്മൾ പറഞ്ഞിട്ട് ജിംബ്രൂട്ടൻ ഇരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞു ഇതാ പറഞ്ഞ ഇവനെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഞാൻ ബന്നെടുത്തിട്ട് വരെ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അത് അവിടെ ഇരുന്നു. ലിറ്ററലി ഗൈസ് എന്താ പറയേണ്ടത് പറയാം ഗൈസ്. ഇതാണ് അയ്യോ സീൻ ഗൈസ്. ഇവിടുത്തെ ഈ വീട്ടിലെ പട്ടികൾ വന്നു. ജിംബ്രൂട്ട ഓടിച്ചടാ. എന്റെ ദൈവമേ ഗൈസ്, എന്ത് ചെയ്യാനാ ഗൈസ്. ഇത് കണ്ടോ, അവന് കൊടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന ബന്ന. നിങ്ങൾ ഇതിനു മുമ്പത്തെ സ്നാപ്പ് ഉണ്ടെങ്കിൽ മനസ്സിലായി കാണും. അവനെ ഇവിടെയുള്ള പട്ടികളെല്ലാം കൂടി ഓടിച്ച് ഗൈസ്. ഞാൻ കയറിപ്പോയ സമയത്ത് നോക്കി ഈ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല 3 പട്ടികളുണ്ടെന്ന്. അവരെല്ലാം കൂടി അവനെ ഓടിച്ചു. പാവം എല്ലാവരും കൂടി ഇട്ട് ഓടിച്ചു. എനിക്കാണെങ്കിൽ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനും ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഓണറോട് വന്നു. ഓണർ എന്നിട്ട് വെച്ച് നീ ഈ സമയത്ത് എന്നെ അടുക്കുക. അത് ഇതിപ്പോൾ 2-3 കൂടിയായി. സോ ഈ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പണി കഴിഞ്ഞിപ്പോഴേ വന്നതെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വേറൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി അന്നപ്പോഴേയും പുള്ളി അവിടെ കിടന്നിട്ട് കല്ലെടുത്ത് അതിൻ്റെ എറിഞ്ഞൊക്കെ ഓടിച്ച് വിട്ടു. ഞാൻ എന്നാ ചെയ്യണ്ടേ? പുള്ളിനെ പിടിച്ച് തല്ലാനും പറ്റൂല, എൻ്റെ ഓണറല്ലേ. പക്ഷെ അവൻ എടാ ഒരു ബന്നു പോലും കൊടുക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടി ഇത്രയും ദൂരം വന്നവനെ. ശരിക്കും വിഷമമുണ്ട് ഗൈസ്, ശരിക്കും വിഷമമുണ്ട്. ആ ബന്നെങ്കിലും കൊടുത്ത് അതിനെ മര്യാദയ്ക്ക് യാത്രയാക്കാന്ന് വെച്ചാൽ, പക്ഷേ സമ്മതിച്ചില്ല. അവനെ ഉള്ളിലോട്ട് കയറ്റിച്ചാൽ മതിയായിരുന്നു. അവനപ്പോഴത്തേനും ഞാൻ അവിടെ ഇരിക്കട്ടെ ഇപ്പം വരാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടൊന്നും അല്ലായിരിക്കും, എന്തായാലും ഇവിടെ ഇരുന്നു. ഞാൻ ബന്നെടുക്കാൻ പോയി ആ സമയത്ത് തന്നെ നിങ്ങൾ ആ സ്നാപ്പ് ഉണ്ടാ മനസ്സിലാവും. ഇവിടെയുള്ള പട്ടികളെല്ലാം കൂടി എല്ലാം കൂടെ ഒന്നിച്ച് വന്നു. അപ്പോൾ പിന്നെ ജിംബ്രൂട്ടൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ജിംബ്രൂട്ടൻ നമ്മൾ എന്നാലും കണ്ടുപിടിക്കും എങ്ങനെയും. നോക്കട്ടെ ഇനി അടുത്ത ദിവസം വല്ലോ കാണുമോ. അവനെ കണ്ടാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇന്ന കടയൊന്നും ഇല്ല കൈസ്, പോയിരുന്നായിരിക്കും. ഒരു ബിസ്ക്കറ്റ് പോലും മേടിച്ചെടുക്കും, ഒരു കടയില്ല, കാരണം ഈ സമയമല്ല. പിന്നെ മംഗലാപുരത്ത് നൈറ്റ് ലൈഫും ഇല്ല, അതുകൊണ്ട്. സോ അങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് ഗൈസ്. പാവം ജിംബ്രൂട്ടന് നല്ലത് മാത്രം വരട്ടെ. ജിംബ്രൂട്ടൻ നല്ലൊരു പട്ടിയാണ്. ആരോ ഉപേക്ഷിച്ച പട്ടിയത്, കാരണം അതിൻ്റെ കഴുത്തിൽ ലീഷൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ജിംബ്രൂട്ട എവിടെ പോയെന്നല്ല ഞാൻ നോക്കുന്നുണ്ട്. ഇവിടെ എവിടെയില്ല ഗൈസ്. ജിംബ്രൂട്ട ഇവരെല്ലാം കൂടെ എങ്ങോട്ടോ പറഞ്ഞു വിട്ടു. ഇല്ല, ഈ പരിസരത്തൊന്നും ഇല്ല. ഇനിയിപ്പോൾ എനിക്ക് പോയി തപ്പാനും പറ്റത്തില്ല ഗൈസ്, കാരണം ഓൾറെഡി ഞാൻ ടയേർഡായി, രാവിലെ പോയതാ. ഇനിയിപ്പം വയ്യ എനിക്ക്. ജിംബ്രൂട്ട നമ്മൾ കണ്ടുപിടിക്കും ഗൈസ്. അവൻ എങ്ങനെയും കണ്ടുപിടിക്കണം നമുക്ക് ഗൈസ്. ഈ വീഡിയോ ഞാനിപ്പോൾ എടുത്തിട്ട് 2-3 ദിവസമായി. ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഞാൻ പോയപ്പോൾ ഒക്കെ അവിടെ എല്ലാം നോക്കിയായിരുന്നു. എവിടെയും ജിംബ്രൂട്ടനെ കാണാൻ സാധിച്ചില്ല. ജിംബ്രൂട്ടൻ ഇനി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണണം, അവനെന്താണെന്ന് കാണണം എനിക്കൊന്ന്. അവനൊന്ന് കണ്ടൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്താൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. കാരണം അത്രയും സ്നേഹം കാണിച്ചൊരു പട്ടിയാണ്. അപ്പം അവനിനി കാണണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ ഉള്ള. ഇനി അവനെ കാണാൻ പറ്റണേ ദൈവമേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ഗൈസ്. എനിക്കെന്തോ ആ വീഡിയോ പിന്നെ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം. അവനെ ഒന്നുകൂടെ കാണണം എങ്ങനെയും. എനിക്കാണ് അവനൊന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് ഓർത്തിട്ട് ഏറ്റവും വലിയ വിഷമം. അവനെയും കൊണ്ട് ഇത്രയും ദൂരം വന്നിട്ട് അവനോട് ബന്നെടുത്ത് ആ ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ആ പട്ടികൾ വന്ന് ഓടിച്ചെങ്കിൽ അവനെ ആ ബന്നെല്ലാം കൊടുത്ത് പതിയെ വിടായിരുന്നു. അവനെന്തായാലും ഒന്നും പറ്റുമൊന്നുമില്ല. കാരണം ഈ പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുരക്കത്തുള്ളൂ, അല്ലാണ്ട് വേറെ ഉപദ്രവിക്കൊന്നുമില്ല. എല്ലാ പട്ടികളും പാവം തന്നെയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാ പട്ടികളും തന്നെ പാവമാണ്. അവരിനി അഥവാ നമ്മളെല്ലാം കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ഗൈസ്.